അവിടെ 100 ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് കിട്ടിയ. കാരണം ഇത്രയും ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. സർവൈവലാണ്, സർവൈവൽ ഗെയിമാണ്, റിയാലിറ്റി ഷോ ആണ്. എല്ലാ പ്രതിസന്ധികളും മാറിയിട്ട് തരണം ചെയ്ത് ഇത്ര എത്തിയിട്ടുണ്ടെങ്കിൽ അത് വിന്നറിന്റെ കഴിവ് തന്നെയാണ്. അർഹതപ്പെട്ട ആൾക്ക് തന്നെ കിട്ടും. ഈ അനുമോളുടെ കയ്യിൽ ആരട്ടം നോക്കിയപ്പോൾ ലക്ഷ്മി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? അത് കണ്ടാൽ ആ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസം നിന്നാൽ മാത്രമേ അറിയത്തുള്ളൂ എന്തുമാത്രം പ്രഷർ അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത്. പ്രഷർ കുക്കറിൽ ഇട്ടതുപോലെ എന്ന് പറയുന്നത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിന്നിട്ട് 100 ദിവസം തികയ്ക്കാന്ന് പറഞ്ഞാൽ 100 ദിവസം തികച്ച 5 പേരും അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നിരിക്കുന്നത്. അപ്പോൾ അതിലൊരാൾ വിന്നറാവുക എന്നുള്ളത് കംപ്ലീറ്റ്ലി സന്തോഷമുള്ള കാര്യം. ആ സന്തോഷത്തിലൂടെ എന്തായാലും ഉണ്ടാവും. പക്ഷെ ആ ഒരു സന്തോഷ കണ്ണീരെ ഇവിടെ പുറത്ത് വരുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് റീച്ചിന് വേണ്ടിയിട്ട് അനുമോളുടെ ഒരു വിജയത്തെ ഉപയോഗിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക? ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് പറയുന്നത് ഞാൻ പണ്ടും ബോധേഡല്ല, ഇപ്പോഴും ബോധേഡല്ല. അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് അവരുടെ തോന്നൽ മാത്രം. ഈ അനുമോളിൽ കറക്റ്റായിട്ടാണ് നിൽക്കുന്നതെന്ന് ലക്ഷ്മിക്ക് എപ്പോഴാണ് തോന്നിയത്?